ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ ചെമ്മീൻ ഒന്നിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല കളറ് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് അതൊരു 4 ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഞാൻ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.